ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉമ്മൻ്റെ അനിയത്തി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്, അധികം മസാല ഒന്നും ഇല്ലാണ്ട് നല്ല ഫ്ലേവറൊക്കെ വരുന്ന നല്ലൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു മീഡിയം വലിപ്പത്തിലുള്ള ചെമ്മീനാണ് കേട്ടോ. വലിയാണ്ട് വലിപ്പമില്ല എന്നാൽ ചെറുതുമല്ല, ആ ഒരു രീതിയിലുള്ള ചെമ്മീൻ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് ചെയ്തെടുക്കുമ്പോഴാട്ടോ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെമ്മീൻ ബിരിയാണി. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു തലയുടെ പോർഷനും വേണം, അതുപോലെ തന്നെ താഴ്ഭാഗം അതിൻ്റെ ആ ഒരു കാമ്പിൻ്റെ പോർഷൻ രണ്ട് സൈഡും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് എങ്ങനെ ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ തലഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. അതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു താഴ്ഭാഗത്ത് ഇതുപോലെ തന്നെ ആ കാമ്പുള്ള ഭാഗം ഇതുപോലെ അങ്ങ് പതുക്കെ അടർത്തിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അല്ല, ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അതുപോലെയാണ് നമുക്ക് ഈ ഒരു ചെമ്മീൻ എല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 പേർക്കുള്ള ചെമ്മീൻ ബിരിയാണിയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ചെമ്മീൻ വേണ്ടാന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് അധികമായിട്ടുണ്ടായാൽ നല്ല ഫ്ലേവറും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് തലൻ്റെ പോർഷൻ ഇങ്ങനെയും അതുപോലെ കാമ്പ് ഇങ്ങനെയും വരും കേട്ടോ. കാമ്പിൻ്റെ ബാക്കിൽ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്കുള്ള അരി ഒന്ന് അളന്നിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 250 ml കപ്പിന് 2 കപ്പോളം അരിയാണ് എടുക്കുന്നത്. കൈമ റൈസല്ല, നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കാൻ എടുക്കുന്ന കൈമയുടെ റൈസ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നെയ്ച്ചോറ് വെക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് കഴുകിയിട്ട് ഇതൊന്ന് വെള്ളം പോവാനായിട്ട് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. നമ്മൾ ഈ ഒരു തലേൻ്റെ പോർഷന് മാറ്റി വെച്ചത് എന്തിനാ വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ വെച്ചിട്ടാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റൈസിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തലങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്രൗണിൻ്റെ തലങ്ങ്, ചെമ്മീൻ്റെ തലങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ കഴുകിയെടുത്തപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ബേ ലീഫ് വേണം, ഒരു 3-4 ബേ ലീഫൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ചെറിയ 4 പീസ് പട്ട എടുത്തിട്ടുണ്ട്, 4 ഏലക്കായ എടുത്തിട്ടുണ്ട്, 4 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയുടെ ഇലയും അതുപോലെ തന്നെ മല്ലിയുടെ ഇലയും എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു പിടിയോളം. അതും അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ആ ബേ ലീഫ് ഒന്ന് കൈവച്ചിട്ട് പോലെ അങ്ങ് പിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. നമുക്കൊരു 30 മിനിറ്റ് ഒന്ന് കിടന്ന് വേവായിട്ട് വരണം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ വെച്ചാൽ മതിയേ. അപ്പം ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ കടായി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ ദമ്മ് ചെയ്യുന്നത് ബിരിയാണി. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇത് ഞാൻ ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വാങ്ങിയിട്ടില്ല കേട്ടോ. നമുക്കൊരു 4 പേർക്കൊക്കെ നല്ല രീതിക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു കാസ്റ്റ് അയണിൻ്റെ പാത്രം കൂടെയാണ്. ഫെറൈൽ കാസ്റ്റ് അയൺ എന്നുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ അതൊന്ന് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം കേട്ടോ. നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതിയേ. ഇനി അതൊന്നങ്ങ് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നെയ്യ് മാത്രമായിട്ട് ചെയ്യുകയാണെന്നെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കിതിലേക്ക് ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ചോറിൻ്റെ നമുക്ക് ബിരിയാണിയുടെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ഉള്ളി ഞാൻ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അത് ഉള്ളിയൊക്കെ നല്ല പോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് അങ്ങ് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ക്യാഷും അതൊന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം തന്നെ ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് അതും കൂടി അങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് കോരിയിട്ട് മാറ്റി വെക്കാം. അപ്പം ഇനി മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് 4 മീഡിയം സൈസുള്ള വലിയുള്ളി ആട്ടോ എടുത്തിട്ടുള്ള അത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ ഉള്ളി അങ്ങ് വഴന്ന് വന്നോളും. ഇനി നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ അത് ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ നന്നായിട്ട് വഴന്ന് വരണേ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 അല്ലെങ്കിൽ 6 പച്ചമുളക് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് അതെല്ലാം കൂടെ നല്ല പോലെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയിട്ട് എടുക്കാം.
അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളിയാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയിട്ട് എടുക്കുകയാണേ. ഇപ്പോൾ അതായത് നമ്മുടെ സ്റ്റോക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരിപ്പയിൽ കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ആ വെള്ളം മാത്രമാക്കിയിട്ട് അങ്ങ് എടുക്കണേ. ഈ ഒരു വെള്ളം വെച്ചിട്ടാട്ടോ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ അത് തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ അങ്ങ് വഴറ്റിയിട്ടെടുക്കാം. ആ മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചച്ചുവയും ആ സ്മെല്ലൊക്കെ ഒന്ന് പോയാൽ പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലെ ചെറുനാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 1/2 കപ്പോളം തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ കുറച്ച് ടൈം ഒന്നുകൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 കിലോനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചെമ്മീൻ. അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പോർഷനയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ടൈം നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കിനും അതിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ തള്ളിയിട്ട് വരും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി 2-3 മിനിറ്റോളം ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കിന് തന്നെ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ തള്ളിയിട്ട് വരും. ഇപ്പോൾ അതാ വെള്ളമൊക്കെ കണ്ടില്ലേ തള്ളി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതലൊന്നും വേണ്ട, 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടിയോളം മല്ലിയിലയും അതേപോലെ തന്നെ പുതിനയുടെ ഇലയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് ടൈം വേവാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ചൂടാക്കിയെടുത്തുള്ള പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേറെ ഗ്രാമ്പൂ പട്ട അങ്ങനെയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ആ വെള്ളത്തിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ മാത്രം ചെയ്തെടുക്കുന്നത് കേട്ടോ. ഉള്ളിപ്പോൾ ഏകദേശം ഒന്നിങ്ങനെ വയന്ന് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് അരി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരി ഞാൻ കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ടൈം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ആ റൈസ് ഒന്ന് റോസ്റ്റ് ആവട്ടെ കേട്ടോ. ഒന്ന് റോസ്റ്റാക്കി എടുക്കുക ഇതുപോലെ. അതൊന്ന് റോസ്റ്റായിട്ട് വന്നാൽ നമുക്കതിലേക്ക് ഈ ഒരു സ്റ്റോക്ക് വാട്ടർ അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി 4 കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഏകദേശം കുറഞ്ഞ അളവിൽ വറ്റിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ പരസ്പരം ഇങ്ങനെ റൈസ് ഒട്ടാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് അങ്ങ് അടച്ച് വെച്ചാൽ മതിയേ. അതുപോലെ തന്നെ മസാല ഏകദേശം റെഡിയായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒന്ന് അടിച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുക. ഇപ്പോൾ അതാ ഇവിടെ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേവായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ വേവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ മസാലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറഞ്ഞ അളവിൽ അതിൽ വെള്ളം ഉണ്ടായിക്കോട്ടെ. എന്താ വെച്ചാൽ നമ്മൾ ഒരു 10 മിനിറ്റോളം ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് ദമ്മിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ അളവിൽ വെള്ളം ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനി ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നെല്ലാം ഒന്ന് ഒരേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി അതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ആ ഒരു ക്യാഷ്യും അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറഞ്ഞ അളവിൽ ഞാൻ മല്ലിയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് ഫ്ലെയിം ഒരു സിമ്മിലോട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴേക്കന്നെ അത് നമ്മൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക്.
ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് 1 മണിക്കൂറോളം ഒന്ന് ഇതുപോലെ ദമ്മാക്കി വെക്കുകയാണെങ്കിൽ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമ്മുടെ റൈസിലൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതുപോലൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മൊത്തമായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കട്ടെ. മസാല വേറെയും റൈസ് വേറെ അല്ലാണ്ട് മൊത്തമായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അധികം മസാല ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു ചെമ്മീൻ ബിരിയാണിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ. ഒടിഞ്ഞു പോകാനോ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ. അല്ലാണ്ടേയും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഒന്നും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ അതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചൂടോട് കൂടി തന്നെ കഴിക്കട്ടെ. ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടും ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.